തെളിവ് ഒന്നാമത്തെ ഇത്ര വേഗം എങ്ങനെ പണ്ടൊക്കെ പറയലുണ്ട്, വയലിൽ നിന്ന് പണിയും വരമ്പത്തുനിന്ന് കൂലിയും. ഇത് വയലിൽ നിന്ന് തന്നെ പണിയും വയലിൽ നിന്ന് തന്നെ കൂലിയാണ്. ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? ഇനി നോയിക്കോ ചോദ്യം. എന്റെ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും എന്നെ ഞാൻ ചോദിച്ചത്, അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നല്ല, ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും ചോദിച്ചതായി അസാന്നിധ്യത്തിൽ ചോദിച്ചതായുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം, ഇല്ലെങ്കിൽ അത് പറയുക. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അല്ലേ എന്ന് എന്റെ അടുത്ത ചോദ്യത്തിൽ ഞാൻ വിശദീകരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എന്തിനാ ഞാൻ ചോദിച്ചത്. കാരണം നേരത്തെ ഞാൻ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന പറഞ്ഞത് എന്തിനാന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് കിട്ടി, ഇനി രണ്ടാമത്തതും കിട്ടും നിങ്ങൾ പറയുകയാണെങ്കിൽ. അതേപോലെ നേരത്തെ നിങ്ങൾ ഉൻദുർന വായിച്ചു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ചോദിച്ചത്. നിങ്ങൾ പറയാതിരിക്കുന്ന മുങ്ങാൻ ശ്രമിച്ചില്ലേ, പറഞ്ഞു പോയല്ലോ നിങ്ങളോട് സഹായം തേടൽ. അതേപോലെ എന്തിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ വിഷയവുമായി എന്താണ് അതിന്റെ ബന്ധമെന്ന് ആളുകൾക്ക് മനസ്സിലാകും. പിന്നെയോ ഞങ്ങളോട് ചോദിച്ചാൽ പോരെ, ഞങ്ങൾ ചോദ്യങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട്. അതങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ട്രെയിൻ ചെയ്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ നിങ്ങൾ വിചാരിച്ചു. അതിനിപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യ? നിങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട് നമുക്കറിയാം, പക്ഷെ അതല്ലല്ലോ നമ്മൾ ചോദിക്കുക. എന്താ നിങ്ങൾ വ്യവസ്ഥ എഴുതണം. ഞങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു, ആ ചോദ്യങ്ങൾ മാത്രമേ മുജാഹിദുകൾ ചോദിക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമായിരുന്നു ആ ചോദ്യം. ഇത് ഞങ്ങൾക്ക് സ്വതന്ത്രമായ അവകാശം ചോദ്യം ചോദിക്കാൻ തന്നു. അപ്പൊ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അല്ലേ എന്ന് ഞാൻ വിശദീകരിക്കും. നേരത്തെ നിങ്ങൾ ഉൻദുർന വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഞാൻ പറഞ്ഞു. അതാണ് എന്ന് തെളിയിക്കാൻ കൊണ്ട് കഴിഞ്ഞതുമില്ല നിങ്ങളുടെ സന്ദർഭത്തിൽ. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയുക. ചോദ്യം ഏതാണ് ഇപ്പൊ മൗലവിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ചോദ്യം ഇപ്പൊ ഈ പറഞ്ഞില്ല ഏതാ, ഒന്നുകൂടി പറയൂ. നിങ്ങൾ വിഷയത്തിന്റെ പുറത്താണെന്ന് ഞാൻ 2 കാരണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചു. എന്ത് പറഞ്ഞു അതിനെക്കുറിച്ച്? വിഷയത്തിന്റെ പുറത്താണെന്ന് വളരെ സമർത്ഥമായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ വിഷയം നമ്മുടെ മൗലവി ഒന്നുകൂടി വായിക്കുക. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് എന്താ കാട്ടി? അവിടെ എങ്കിലും ഒന്ന് കൂട്ടിക്കൊടുത്തു. അപ്പൊ വിഷയത്തിലായോ? മരിച്ചുപോയ ജീവിതകാലത്ത് എങ്കിലും അല്ലോ. അതുകൊണ്ട് വിഷയത്തിലേക്ക് ഇങ്ങോട്ട് പെടയാ. എന്റെ വിഷയം എന്താ മൗലവി? മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ജീവിതകാലത്തേക്ക് പോകുന്നു. അതിങ്ങോട്ട് സമ്മതിക്ക്. തൽക്കാലം ആ പരിപ്പ് ഇവിടെ വേവൂല. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ചോദ്യമെങ്കിലും റെഡിക്ക് പറയാൻ പഠിക്കണം. എന്താ ചോദിച്ചത്? ജീവിതകാലത്ത് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ പോയി. പിന്നെ ഇങ്ങോട്ട് വരണ്ട. 2 ചോദ്യം എന്താ? സ്വഹാബി ചെയ്തത് ഞാൻ പറഞ്ഞു. ഫെയിലു സ്വഹാബ ഏത് പ്രമാണത്തിൽ പെടുന്നു? മൗലവി പറഞ്ഞില്ലല്ലോ. ഏത് പ്രമാണത്തിൽ? ഖുർആൻ കൊണ്ടാണോ ഞങ്ങൾ മറുപടി പറയേണ്ടത്? ഹദീസ് കൊണ്ടാണോ പറയേണ്ടത്? ഇജ്മാ കൊണ്ടാണോ പറയേണ്ടത്? ഖിയാസ് കൊണ്ടാണോ പറയേണ്ടത്? ഏത് പ്രമാണത്തിലാണ് അത് പെടുക? എന്റെ മൗലവി അത് വ്യവസ്ഥ ചെയ്തുമ്പോ നോക്കേണ്ടിയിരുന്നു. അപ്പുറത്ത് ഫീലു സ്വഹാബ അതുകൂടി എഴുതി ചേർക്കേണ്ടിയിരുന്നു. അടുത്ത സംവാദത്തിൽ ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ നല്ല ഉഷാറായ മറുപടിയും പറയും. ഞങ്ങൾ ഇത് സംവാദത്തിന് വന്ന എന്തിനാണ്? വ്യവസ്ഥ നോക്കിയിട്ട് ഈ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യം തെളിയിക്കാനാ. അതിനാ തെളിവ് ഉദ്ധരിച്ചത്. അതുകൊണ്ടാണല്ലോ എന്റെ സുഹൃത്ത് ഫൈസൽ അഹ്സനി ഡസൻ കണക്കിന് തെളിവുകൾ ഇങ്ങോട്ട് ഉദ്ധരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനില്ല, നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തപ്പോ ചോദിക്കാൻ എന്ന് പോലും നിങ്ങൾ ഓർത്തു വെക്കാതെ നിങ്ങൾ ഉറക്കത്തിൽ ചോദ്യം ചോദിക്കുന്നത് പോലെ മരിച്ചുപോയ നബിയാണ് വിഷയം എന്ന് ഞങ്ങളാണ് ഇട്ട് പറഞ്ഞിട്ടും നിങ്ങൾ ചോദിക്കുന്നത് എവിടെയാണ്? ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം